സന്ദീപ് വാര്യർ എന്ന നേതാവ് ഒരുപക്ഷെ വളരെ പെട്ടെന്ന് RSS നേതാവായ ഒരു വ്യക്തിയല്ല സന്ദീപ് വാര്യർ. അദ്ദേഹം RSS ശാഖയിൽ നിന്നടക്കം പഠിച്ച് വളർന്ന ഒരു നേതാവാണ്. ആദ്യം SFI പ്രവർത്തകനായിരുന്നു എങ്കിൽ പോലും പിന്നീട് RSSലേക്ക് അല്ലെങ്കിൽ BJPയിലേക്ക് അദ്ദേഹം പ്രവേശിച്ച ആ ഒരു സാഹചര്യം, BJPയുടെ ആശയങ്ങളോട് അദ്ദേഹം പൊരുത്തപ്പെട്ട സാഹചര്യം, ഇതെല്ലാം പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ നീണ്ട കുറച്ചു നാൾ അദ്ദേഹം BJPക്ക് വേണ്ടി പ്രവർത്തിച്ചു. BJPയുടെ സംഘടനാ ശക്തിക്ക് വേണ്ടി, BJPക്ക് വേണ്ടി തന്റെ ആശയങ്ങളടക്കം ശക്തമായ വർഗീയ നിലപാടുകൾ ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം നമ്മൾ കണ്ടതാണ്. ആ വർഗീയ നിലപാടുകളടക്കം ഉയർത്തിയ ഒരു നേതാവ് വളരെ പെട്ടെന്ന് അത് കോൺഗ്രസിലേക്ക് വരുന്നു. കോൺഗ്രസ് നേതാക്കൾ, അതായത് VD സതീശൻ, K സുധാകരൻ അടക്കമുള്ള നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അതിനുശേഷം മുസ്ലിം ലീഗുമായി ചർച്ച നടത്തുന്നു, പാണക്കാട് പോകുന്നു, സാദിഖലി ശിഹാബ് തങ്ങളെ കാണുന്നു. അങ്ങനെ കോൺഗ്രസിൽ ഒരുപക്ഷെ അടിക്കടി ഉണ്ടാകുന്ന ഈ ഒരു BJPയിൽ നിന്ന് കോൺഗ്രസിലോട്ടുള്ള ഒഴുക്ക്, കോൺഗ്രസിൽ നിന്നും പിന്നീട് BJPയിലോട്ടുള്ള ഒഴുക്ക്, അങ്ങനെ പരസ്പരമുള്ള ഒരു ഡീൽ, അത് ഈ ഉപതെരഞ്ഞെടുപ്പിലടക്കം വ്യക്തമായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ സന്ദീപ് വാര്യർ അടക്കം പറയുന്ന ഒരു കാര്യമുണ്ട്. താൻ RSSന് കൊടുക്കാമെന്ന് പറഞ്ഞ ഭൂമി അത് താൻ നൽകുമെന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണ് സന്ദീപ് വാര്യർ. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഈ ഒരു നിലപാട്, അതിൽ നിന്നും പല കാര്യങ്ങളും വ്യക്തമാകുന്നുണ്ട്. പക്ഷേ അതായത് തുടക്കം മുതൽ വരുന്നൊരു ആരോപണം ഉണ്ടായിരുന്നു ഈ കേസിൽ. അതായത് സന്ദീപ് വാര്യർ BJP വിട്ട് UDF പാളയത്തിലെത്തി, പക്ഷേ അയാൾ RSS ബന്ധം വിട്ടിട്ടില്ല എന്നൊരു ആക്ഷേപം LDF വ്യാപകമായി ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ആ ആക്ഷേപത്തിന് അടിവരയിടുന്നതാണ് ഇന്നത്തെ സന്ദീപ് വാര്യരുടെ പ്രതികരണം. അതായത് RSS കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഭൂമി വിട്ടു നൽകാം എന്ന് തങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കും, 1 വർഷം വരെ കാത്തിരിക്കും, അവർ ഭൂമിക്ക് വന്നാൽ താനത് എഴുതി ഒപ്പിട്ട് കൊടുക്കും എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത്. അതിനർത്ഥം RSS ബന്ധം, RSSനെ പൂർണ്ണമായി തള്ളിപ്പറയാൻ സന്ദീപ് വാര്യർ ഇതുവരെ തയ്യാറായിട്ടില്ല. സന്ദീപ് വാര്യരുടെ ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു, K സുരേന്ദ്രനുമായ അഭിപ്രായ ഭിന്നതയുടെ പേരിൽ BJP വിട്ട താങ്കൾ മറ്റ് സംഘപരിവാർ സംഘടനകളെ തള്ളി പറയുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അതൊക്കെ പിന്നീടുള്ളതല്ലേ എന്ന ഒരു ഒഴുക്ക മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. നേരെ മറിച്ച് അദ്ദേഹം പറയേണ്ടിയിരുന്നത് RSS ഉയർത്തുന്ന വർഗീയ രാഷ്ട്രീയത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ചേരിയിലേക്ക് താൻ വന്നത് എന്നായിരുന്നു പറഞ്ഞിരുന്നുവെങ്കിൽ നമുക്ക് ഈ സംശയം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംശയം, അന്നും ഉയർന്ന സംശയം, അദ്ദേഹം BJP ബന്ധം ഉപേക്ഷിച്ചു. അത് സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനുമായുള്ള വ്യക്തിപരമായ അനിഷ്ടത്തിൻ്റെ പേരിൽ BJP ബന്ധം ഉപേക്ഷിച്ച് BJP വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസിലേക്ക് എത്തി. മറിച്ച് അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ ബന്ധമുണ്ട്, അത് RSSുമായിട്ടുള്ള ബന്ധമാണ്. ആ RSS ബന്ധം ഉപേക്ഷിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഉത്തരം കിട്ടിയിരിക്കുന്നു, RSS ബന്ധം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല. അപ്പോൾ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന RSSകാരൻ എന്ന നിലയിലേക്ക് സന്ദീപ് വാര്യർ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ കോൺഗ്രസ് അത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം എല്ലാ ബന്ധവും ഉപേക്ഷിച്ചാണ് തങ്ങളോടൊപ്പം വന്നത് എന്നതാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. LDFും CPIഎമ്മും ഈ വാദത്തെ നിരാകരിക്കുകയും കൃത്യമായി അതിനെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ആ വിമർശനം ശരിയായിരുന്നു എന്നുള്ളതാണ് സന്ദീപ് വാര്യരുടെ ഇന്നത്തെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമാകുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. RSS കാര്യാലയം നിർമ്മിക്കുന്നതിന് വേണ്ടി ഭൂമി സൗജന്യമായി വിട്ടു നൽകാമെന്ന് തങ്ങൾ ഉറപ്പ് നൽകിയിരുന്നു, തങ്ങളുടെ കുടുംബം ഉറപ്പ് നൽകിയിരുന്നു, അമ്മ ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം RSS ബന്ധവും ഉപേക്ഷിച്ച് RSS ഉയർത്തുന്ന വർഗീയ ധ്രുവീകരണ പൊളിറ്റിക്സ് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് പാളയത്തിൽ എത്തിയിരുന്നെങ്കിൽ RSSുമായി എല്ലാ ബന്ധവും ഉപേക്ഷിക്കുന്നു എന്ന് അസന്നിഗ്ധമായി അദ്ദേഹം പറയുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു ഭൂമി പ്രശ്നം അദ്ദേഹം ഉയർത്തിക്കൊണ്ട് വരികയില്ലായിരുന്നു. കാരണം RSS ഇനി ആ ഭൂമിയും ചോദിച്ച് അവിടെ വരാനിടയില്ലാത്തൊരു കാര്യമാണ് അയാൾ ബന്ധം ഉപേക്ഷിച്ചെങ്കിൽ. പക്ഷേ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് RSSനും അറിയാം, അദ്ദേഹത്തിനും അറിയാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ, കോൺഗ്രസിനെതിരെയും ഒക്കെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം. അപ്പോൾ തെരഞ്ഞെടുപ്പ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ലാക്കാക്കി ഒരു ധാരണയിലേക്ക് കോൺഗ്രസ്സുകാർ BJP വിട്ട സന്ദീപുമായി എത്തി എന്നതിനപ്പുറം RSS ബന്ധം ഉപേക്ഷിച്ച സന്ദീപുമായിട്ടല്ല കോൺഗ്രസ് ബന്ധം, UDF ബന്ധം സ്ഥാപിച്ചിരിക്കുന്നത് എന്നുള്ളത് അസന്നിഗ്ധമായി അടിവരയിട്ട് വെളിവാവുകയാണ് ഇന്നത്തെ പ്രസ്ഥാനത്തിലൂടെ. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള RSS ബന്ധം ഇനി ചില അസഹിഷ്ണുതകൾ, ചില സംഘടനാ സംവിധാനത്തോടുള്ള ചില അസഹിഷ്ണുതകൾ മാത്രമാണ് ഈ സന്ദീപ് വാര്യരുടെ ഈ കോൺഗ്രസിലേക്കുള്ള പ്രവേശനം. അല്ലാത്ത പക്ഷം ഒന്നിനെയും അദ്ദേഹം വിമർശിക്കുന്നില്ല. ഇതിൽ ഇനി കോൺഗ്രസിന്റെ മറുപടി എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്.
തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ പ്രശ്നം കെ സുരേന്ദ്രനുമായിട്ടുള്ള ഈഗോ പ്രശ്നമായിരുന്നു. ആ പ്രശ്നം പരിഹരിക്കാൻ BJP നേതൃത്വം ശ്രമിച്ചതുമില്ല, അതിനുള്ള ശ്രമം നടത്തിയില്ല. അപ്പോൾ ആ ഈഗോ കൃത്യമായി വർക്കൗട്ട് ചെയ്ത് അയാളെ ആ പാർട്ടിയിൽ നിന്ന് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നും മാത്രം പുറത്തു വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു. പക്ഷേ സംഘ് പരിവാർ കുടുംബത്തിൻ്റെ ഭാഗമായ അതിന് നേതൃത്വം നൽകുന്ന RSSുമായി ഉള്ള ബന്ധം ഉപേക്ഷിക്കാതെയാണ് അദ്ദേഹം പടിയിറങ്ങിയതെന്നുള്ളതാണ്. അപ്പോൾ RSS ബന്ധം ഉപേക്ഷിക്കാത്ത സന്ദീപ് വാര്യരെ പാർട്ടിയുടെ ഭാഗമാക്കുകയും തെരഞ്ഞെടുപ്പ് പ്രധാന പ്രചരണ ആയുധമാക്കുകയും ചെയ്ത കോൺഗ്രസും UDFുമാണ് ഇനി അക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. എന്ത് വിശദീകരണമാണ് കോൺഗ്രസിന് നൽകാനുള്ളത് എന്നുള്ളത് ഇനി പരിശോധിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, ഈ ചോദ്യങ്ങൾ ഉയരുമ്പോഴൊക്കെയും കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പല തവണ പല വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ ഈ ചോദ്യം ചോദിച്ചു. ഇയാൾ സംഘ് പരിവാർ RSS ബന്ധം ഉപേക്ഷിക്കാതെ BJP നേതാവുമായിട്ടുള്ള വ്യക്തിപരമായ പിണക്കത്തിൻ്റെ പേരിൽ പാർട്ടി വിട്ടയാളാണ്. അപ്പോൾ RSSൽ നിലനിന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് ശരിയാണോ എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് ചോദിച്ചപ്പോഴും കൃത്യമായൊരു മറുപടി പറഞ്ഞില്ല. അതൊക്കെ ബന്ധം ഉപേക്ഷിച്ച് തന്നെയാണ് വന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് ഇന്നത്തെ നിലപാട് പ്രഖ്യാപനത്തിലൂടെ. അതായത് സാധാരണ ഒരാൾ ഏതെങ്കിലും തരത്തിൽ കടുത്ത വിമർശനം ഉന്നയിക്കുമെന്ന കാര്യം തർക്കമില്ല. RSS ബന്ധം ഉപേക്ഷിച്ചിട്ടാണ് അയാൾ പോകുന്നതെങ്കിൽ അങ്ങനെ ഒരു വിമർശനം ഇതുവരെ ഈ നിമിഷം വരെ RSSനെതിരെ അയാൾ നടത്തിയിട്ടില്ല. ഒന്ന്. രണ്ടാമത്, RSS കാര്യാലയം പണിയാൻ സ്ഥലം സൗജന്യമായി വിട്ടു നൽകാമെന്ന തങ്ങളുടെ കുടുംബത്തിൻ്റെ മുന്നുറപ്പ് പാലിക്കും എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് തന്നെ പറയുകയും ചെയ്തു. RSSകാരോട് നേരിട്ട് പോയി പറയുക മാത്രമല്ല ചെയ്തത്, മാധ്യമങ്ങളോട് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. അത് നൽകുന്നൊരു സന്ദേശമുണ്ട്. അത് അദ്ദേഹം ഇപ്പോഴും RSS കൂടാരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. രാഷ്ട്രീയമായി BJP വിട്ട് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നു എന്നതിനപ്പുറം RSS എന്ന സംഘ് പരിവാർ സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന സംഘടനയിൽ നിന്ന് ബന്ധം ഉപേക്ഷിക്കാൻ സന്ദീപ് വാര്യർ തയ്യാറായിട്ടില്ല എന്ന് വ്യക്തമാവുകയാണ് ഈ പ്രഖ്യാപനത്തിലൂടെ. ശരി സാലി, എന്തായാലും RSS കൂടാരത്തിൽ തന്നെയാണ് സന്ദീപ് വാര്യർ എന്ന വ്യക്തമാവുകയാണ് ഈ പ്രതികരണങ്ങളിലൂടെ. ഇനി കോൺഗ്രസ് നേതൃത്വത്തിന്റെ മറുപടി എന്ത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. വിവരങ്ങളാണ് സാലി നൽകിയത്.